ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് 2025 കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഒരു വീഡിയോയുടെ എങ്കിലും എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണണം കേട്ടോ. അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ എൻഡിലുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. കന്നി രാശി അല്ലേ, കന്നി ലഗ്നക്കാർക്കും കാണാവുന്നതാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര നടക്കുന്ന 2 നക്ഷത്രമാണ് കന്നി രാശി എന്ന് പറയാം. അപ്പോൾ കന്നി രാശിക്കാർക്ക് ഈ 2025 ആഗസ്റ്റ് മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിയണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ 10 വ്യാഴവും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ടൈമാണ്. 11 ബുധനും സൂര്യനും കൂടി നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ജന്മത്തിൽ കുജൻ നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ബുധനും സൂര്യനും കൂടി ഒന്നിച്ച് വരുന്ന സമയമാണ്. വ്യാഴവും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. ശുക്രനും ബുധനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. 7 ശനിയുടെ ദൃഷ്ടി കണ്ണിലേക്ക് വരുന്നുണ്ട്. സോ നമ്മുടെ മൈൻഡ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവാക്കി നിർത്താൻ ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ടിലേക്ക് പോകാതെ മാക്സിമം നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് നിർത്തുന്ന ടൈമായി നിർത്തുക. നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ബ്രൈറ്റായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി നല്ല കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പൂർണ്ണമായിട്ട് നല്ല മാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാസം തന്നെയാണ്. പക്ഷേ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന മാസം തന്നെയാണ്. ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾ കൈവിടരുത്. നിങ്ങളുടെ സമാധാനം, പേഷ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യില്ല, കൈവിടില്ല. ഹോപ്പും പേഷ്യൻസ് കൈവിടാതെ സമാധാനത്തോടെ ഈ മാസത്തെ നോക്കിക്കണ്ട് പോസിറ്റീവ് തിങ്കോടെ മുന്നോട്ട് പോയാൽ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് പുരോഗതിയൊക്കെ പറയാൻ സമയമാണ്. ചിലർക്ക് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടെൻഷൻസ്, പ്രഷേഴ്സ് അതൊക്കെ കുറയുന്നൊരു ടൈമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ജോലി സ്ഥലത്തായി നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ നമുക്ക് വാഹനം വാങ്ങണം നോക്കുന്ന അതൊരു ഭാഗ്യം, സ്ഥലം വാങ്ങാൻ യോഗമുള്ള സമയമാണ്. പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്. നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കൽ, ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതൊരു ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ജന്മത്തിൽ കുറിച്ച് നിൽക്കുന്ന സമയമാണ്. സോ നമ്മുടെ ഓവർ എക്സ്പെക്റ്റേഷൻ നിമിത്തം നമുക്ക് ചെറിയ ദേഷ്യങ്ങൾ, കോപമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ ചെയ്തു, എന്നിട്ട് എനിക്ക് അത് കിട്ടിയില്ലല്ലോ എന്നൊരു ദുഃഖം കാരണം ഉണ്ടാവുന്ന ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ അത് അങ്ങനെ ദേഷ്യമൊക്കെ വരാതെ മാക്സിമം നാമജപങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് നാമജപം അല്ലെങ്കിൽ മന്ത്രജപമൊക്കെ നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരനെ ആരാധിക്കാൻ, നമ്മുടെ ഈശ്വരനെ സ്മരിക്കുന്നതൊക്കെ എപ്പോഴും ചെയ്യാവുന്ന കാര്യമാണ്. അല്ല നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമുക്ക് എന്താ നാമം ജപിക്കാം, നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കാം മനസ്സിൽ. അപ്പം നമുക്ക് അനുസരിച്ച് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക്, പ്രണയ സംബന്ധമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാത്ത മാസം തന്നെയാണ്. ശുക്രനും വ്യാഴവും കൂടെ ഒന്നിച്ചാൽ നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ പറയുകയാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈമാണ്. അതുപോലെ തന്നെ പ്രണയത്തിലായിട്ടുള്ളവർക്ക് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ കൂടുതലും നിങ്ങൾ ഈ ടൈമിൽ നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഫ്യൂച്ചർ, നമ്മൾ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജീവിക്കുക, എങ്ങനെ അതിന് കൃത്യമായിട്ട് സാമ്പത്തികം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്നുവെച്ചാൽ സാമ്പത്തിക റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ചുള്ള ടോക്കുകളൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത്. അതുപോലെ വിവാഹം നടക്കുന്നൊരു അല്ലെങ്കിൽ വിവാഹം നടക്കാൻ യോഗമുള്ള ഒരു മാസമായിട്ടൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത മാസമാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന സമയം, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കൂട്ടുന്ന ഒരു മാസമായിട്ട് നമുക്ക് പറയാവുന്ന മാസമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കുട്ടികളുടെ കാര്യമല്ല, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബുധനും സൂര്യനും കൂടി 11 നിൽക്കുന്ന സമയമാണ്. വ്യാഴവും ശുക്രനും കൂടി 10 നിൽക്കുന്ന സമയമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ ഗോളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയുള്ള പ്ലാന്, അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തില്ലെങ്കിൽ അതൊക്കെ ചെയ്യുകയാണ്. അതിനൊക്കെ അനുകൂലമായ സമയമാണ് ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ. അതുപോലെ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്ത മാസം തന്നെയാണ്. ഇതുപോലെ നമ്മളോട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ട് തോട്ട്സൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. സ്ട്രെസ്സൊക്കെ വരാതെ നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനായാലും ഒരു കൂൾ മൈൻഡ് സെറ്റിനോടെ നോക്കി കാണുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ സീനിയേഴ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സ് 60 വയസ്സ് മുകളിലേക്കുള്ള ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പൊതുവെ നല്ലൊരു മാസമാണ് ഈ കന്നി രാശിക്കാർക്ക് അല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്ക് ഈ ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മൾ ഈ ഒരു മാസത്തെ എല്ലാവരും ഈ ഒരു ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലഗ്നത്തിൽ ജനിച്ച എല്ലാവരും തന്നെ എന്ത് ചെയ്യുക,
നല്ല ഇത് യൂട്ടിലൈസ് ചെയ്യണം. നല്ല മാസങ്ങൾ വരും, നല്ല ടൈം വരും, നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നല്ല മാസമായിരുന്നു എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ പറയുന്നത് എന്താണ്, നമുക്ക് സ്വയം നമുക്ക് സമാധാനിക്കാനും അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ബേഡൻ എടുക്കാതെ എന്തെങ്കിലും വേറെ ഒരു കാര്യത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ ടൈം കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നോക്കി കണ്ട് മുന്നോട്ട് പോകാൻ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലൊരു സെറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ലൈഫ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് വരുമാനമൊക്കെ വർദ്ധിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യുകയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ ആണെങ്കിൽ പൂർണ്ണ രൂപത്തിൽ കാണണം, വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ കൺക്ലൂഷൻ കാണണം. കാരണം ഇതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫലം കാണുമ്പം രാശിഫലം മാത്രമല്ല ലഗ്നഫലം കാണണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ശരീരം, നമ്മുടെ മാനസികാവസ്ഥ, ഇതൊക്കെ റിലേറ്റ് ചെയ്താണ്. ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളിതിന് പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം. മന്ത്ലി പ്രഡിക്ഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം. അന്നേരം മാത്രമാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതകത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട്, ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന എവിടെയാണ്, നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ, നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ, അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ, ലഗ്നത്തിന് ബലമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പ്രഡിക്ഷനിലേക്ക്. ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പ്രഡിക്ഷനാണ് അല്ലേ. ഒരു കോമൺ പ്രഡിക്ഷൻ പോലെ ഉണ്ടാകും, നമുക്ക് ഒരിക്കലും എത്ര അക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഓരോരുത്തരുടെ ജാതക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി ഇടാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ കോമൺ പ്രഡിക്ഷൻസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ്, നമ്മൾ വീഡിയോയുടെ പ്രഡിക്ഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാനോ അല്ല, നമുക്ക് ഒരു സിഗ്നൽ പോലെയാണ്, ഒരു സൈൻ ബോർഡാണ്. അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും, നല്ല രീതിയിൽ എത്താൻ പറ്റും. വേണ്ട കരുതലുകൾ എടുക്കുക, ലോജിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ കണ്ണും പൊട്ടി വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ്, അത് ഓട്ടോമാറ്റിക് ലോജികളിൽ കൂടെ ചിന്തിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം പക്കയാവുള്ളൂ. ഓക്കെ, സെറ്റ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ. അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ്, നമുക്ക് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം. പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാ എന്നറിയുന്ന ഒരു ഗ്രൂപ്പല്ല, ഇമ്പോർട്ടൻ്റ്. അത് അഡ്മിൻ ഓൺലി ഗ്രൂപ്പാണ്, മാക്സിമം ടൈം അഡ്മിൻ ഓൺലിയാണ്. അതെന്തെങ്കിലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, മിക്ക സമയം അഡ്മിൻ ഓൺലി തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വാട്സപ്പിൽ നിന്ന് കൂടുതൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തൊന്തരവാണ്, ശരിക്കും ഫോൺ ഹാങ്, അങ്ങനത്തെ പ്രശ്നം. ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിൻ ഓൺലിയിലാക്കി നിർത്തിയേക്കാൻ. നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്കുവെക്കാൻ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്കുവെക്കണം, പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാട്സപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വീഡിയോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല, എനിക്ക് എപ്പോൾ എവിടെ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണം. അതുപോലെ നമ്മുടെ പെൻഡിലോ ജ്യോതിഷം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട്, എന്താണ് ഞങ്ങൾക്കും പഠിക്കണം, പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല. അപ്പം മാസം ഒരു ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു, പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും. വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ടൈം, നമുക്ക് ടൈം കിട്ടണം, അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം. രണ്ടുപേരുടെ ഒരു കൺവീൻസ് നമ്മൾ ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ആ ഒരു ദിവസം വെബിനാർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ എന്നാലും വെബിനാർ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കാം. അപ്പോൾ പെൻഡിലോ ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ. അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട, സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നേരിടുക. എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായതുകൊണ്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവാം. നമ്മൾ നല്ല ഈശ്വരവിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവുക കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ അമർത്തിക്കുക. എന്നാൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.